ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജീവൻ രാജ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരുപാട് ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു എൻഡ് റിസൾട്ടിൻ്റെ മീതെയാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഈ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വെയിറ്റ് ലോസ് ഗോൾ, അല്ലെങ്കിൽ ഒരു വെയിറ്റ് ഗെയിൻ ഗോള്, ഇല്ലെങ്കിൽ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഗോള്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആ ഒരു ഗോളിൻ്റെ മീതെ അല്ലെങ്കിൽ ഒരു 10 കിലോ കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ഇറങ്ങുക. അപ്പോൾ 10 കിലോ കുറയ്ക്കുന്നതിൻ്റെ ലാസ്റ്റിലുള്ള ആ ഒരു പ്രോസസ്സ്, ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 10 കിലോ കുറയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നടക്കുന്ന കാര്യമല്ല. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അതെത്താത്തൊരവസ്ഥയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു പ്രവണത, ഒരു ട്രെൻഡ് എല്ലാ ട്രെയിനേഴ്സിൻ്റെ ലൈഫിലും ക്ലയൻസിന് അങ്ങനെ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ലൈഫിലും ഉണ്ട്. അപ്പോൾ നമ്മൾ കാശ് തന്ന് പേഴ്സണൽ ട്രെയിനിങ് ഒക്കെ തുടങ്ങിയിട്ട് അവർക്ക് ആ ഒരു റിസൾട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെ ഈ ഒരു കേർവ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാലും അവർക്കത് വെയിറ്റ് കുറയേണ്ടടത്ത് കൂടി, ഇല്ലെങ്കിൽ 1 കിലോ കുറഞ്ഞില്ല, 2 കിലോ കുറഞ്ഞില്ല, ഇത്ര ദിവസമായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഒരു കണ്ടിന്യൂസ് ആയിട്ട് അതിനെങ്ങനെ മൈക്രോ മാനേജ് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാവുമല്ലോ. അത് മനുഷ്യ സഹജമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ നമ്മൾ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും എൻഡ് റിസൾട്ടിനെ ഒരുപാട് ഫോക്കസ് ചെയ്യാണ്ട് ഡെയിലി ആക്ടിവിറ്റീസ്, ചെറിയ 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 സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതിൽ കൺസിസ്റ്റൻ്റ് ആവുക. അതായത് എല്ലാ ദിവസവും ജിമ്മിൽ പോവുക, എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക, എല്ലാ ദിവസത്തെയും ഡയറ്റ്, എല്ലാ മീൽസും കറക്റ്റായിട്ട് കഴിക്കാൻ നോക്കുക, റെസ്റ്റ് കറക്റ്റ് ആവുക, വെള്ളം കുടിക്കുന്നത് കറക്റ്റ് ആവുക, സ്ട്രെസ് മാനേജ്മെൻറ്റ്, അങ്ങനെ ചെറിയ ചെറിയ പോയിൻറ്റ്സുകളുണ്ടല്ലോ, ആ പോയിൻറ്റുകളൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് കവർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എൻഡ് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങളുടെ ജേർണി ഒരുപാട് സ്മൂത്തറാവും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും കാണാം.